അണ്ടർ ഐക്ക് വേണ്ടിയിട്ട് ഒരു ക്രീം നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം കേട്ടോ. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രീമാണിത്. അണ്ടർ ഐ എന്ന് പറയുമ്പോൾ അണ്ടർ ഐ പഫ്നെസ്, അത് കണ്ണിന് ചുറ്റും കാണുന്ന ഭയങ്കര ഡാർക്ക്നെസ് ഒക്കെ മാറാനായിട്ട് വളരെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അണ്ടർ ഐ ക്രീമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് കണ്ണിന് ചുറ്റും ഭയങ്കര ഡാർക്ക്നെസ്. ഞാനിപ്പോൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ണിന് ചുറ്റും കാണുന്ന ഡാർക്ക്നെസ്സും അതുപോലെ കണ്ണിൻ്റെ അടിയിൽ കാണുന്ന പഫിനെസ്സൊക്കെയാണ്. അപ്പോൾ അതിനുള്ള പല രീതിയിലുള്ള മസാജും കാര്യങ്ങളും ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറഞ്ഞു തരുന്നത് ശരിക്കും നമുക്കൊരു നൈറ്റ് ക്രീമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അണ്ടർ ഐ ക്രീമായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ്. കാരണം നമ്മൾ ഒരുപാട് ക്രീമൊക്കെ പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് അത്രയും ഒരു റിസൾട്ടൊന്നും കിട്ടാത്തവർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നതാണ്. നമ്മളെപ്പോഴും നമ്മളുടെ സ്കിന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട്. കാരണം നമ്മൾ കൂടുതൽ സമയം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ, ഉറക്കം ഭയങ്കര കുറവാണ്, സ്ട്രെസ്സ് വരുന്നു, ടെൻഷൻ അടിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ണിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമ്മളുടെ ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളെ അത്രയും ഹെൽത്തി ആക്കുന്നതാണ് കണ്ണിനെയൊക്കെ. നമുക്ക് റെസ്റ്റ് കൊടുത്തേ പറ്റൂ. നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതലും നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെയാണ്, സിസ്റ്റത്തിലായിരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴെന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ. പിന്നെ പല ആൾക്കാരുടെയും ഞാൻ കേൾക്കുമ്പോൾ പല വിഷമങ്ങൾ കൊണ്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ടും കണ്ണിൻ്റെ പ്രശ്നം വരുന്നു. എന്താണെങ്കിലും ശരി, റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രശ്നമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിന് മാത്രം നമ്മൾ വിഷമിച്ച് നമുക്ക് മാത്രമാണ് പ്രശ്നം എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട. എല്ലാവർക്കും ഒരുപോലെ ദൈവം തന്നിട്ടുണ്ട്. അത് ഓരോ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ അതുപോലെ എടുക്കുക. ഞാനത് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ബോറടിക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിത് പറയാൻ റീസൺ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കാര്യം, ഒരു സത്യം, ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. ഇവിടെ ആരും ഒരു 500 വർഷം ജീവിക്കാൻ വന്നവരില്ല. നമുക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഒരു 60-70 വയസ്സ് വരെയൊക്കെ ഉള്ളൂ. അതിലും ഒരു 55-65 വയസ്സ് വരെ നമ്മൾ ഇച്ചിരിയെങ്കിലും ഒരു ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുള്ളൂ. അത്രയും ചുരുങ്ങിയ സമയത്തേക്ക് വേണ്ടി വന്നിട്ട് നമ്മളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാതെയും ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും അടിച്ച് നമ്മളുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നശിപ്പിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സിറ്റുവേഷനൊന്നും മാറാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക, എല്ലാം തന്നെ പോവുക. നമ്മൾ ഇരിക്കുന്ന കുറച്ച് സമയം നമുക്കെപ്പോഴും നമ്മളെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് വേണം. ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ മടിയൊന്നും കാണിക്കരുത്. റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റെസ്റ്റ് ചെയ്യുക, ഉറങ്ങേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഉറങ്ങുക. കൂടുതൽ ടൈം മൊബൈൽ ഫോണും കാര്യങ്ങളും നോക്കിയിരിക്കരുത്. നമ്മൾ ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം എല്ലാവരുടെയും ഇത് അങ്ങനെയായി മാറി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ കൂടുതൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് ആർക്കും ഒന്നും കൊണ്ടുപോകാനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ ഹാപ്പി ആയിട്ട് പോവുക. അതിൻ്റെ കൂടെ നമുക്ക് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കാൻ പഠിക്കുക. നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ സ്കിന്ന്, നമ്മളുടെ ഹെയർ, നമ്മളുടെ ആരോഗ്യം, ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും പറയാനുള്ളൂ. എനിവേ, നമുക്ക് നോക്കാം നമ്മൾക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വാസ്ലിൻ എടുക്കുക കേട്ടോ. വാസ്ലിൻ ഒരു സ്പൂൺ നമ്മൾ വാസ്ലിൻ എടുക്കുവാണ്. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ നമ്മളുടെ കോക്കനട്ട് ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ മേടിക്കുന്ന കോക്കനട്ട് ഓയിൽ അല്ലാതെ നമുക്ക് ശരിക്കും ഞാൻ എല്ലാറ്റിലും എപ്പോഴും പറയാറുണ്ട്, തേങ്ങ ആട്ടിയ എണ്ണയൊക്കെ കിട്ടുവാണെങ്കിൽ പ്യൂറായിട്ട് കിട്ടുന്നതായിരിക്കണം കേട്ടോ ഇതിനൊക്കെ എടുക്കേണ്ടത്. കാരണം ഇപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതൊന്നും ശരിക്കുള്ള വെളിച്ചെണ്ണയല്ല. അപ്പോൾ അതൊന്നും എടുക്കരുത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക, ഒരു സ്പൂൺ നമ്മൾ ഒലിവ് ഓയിൽ എടുക്കുക, വെർജിൻ ഒലിവ് ഓയിൽ എടുക്കുക, അതൊരു സ്പൂൺ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ചൂടുവെള്ളത്തിൽ വെച്ച് ഇതൊന്ന് മെൽട്ടാക്കുക, ഒന്ന് അലിയിച്ചെടുക്കുക. കാരണം ഈ വാസ്ലിൻ കുറച്ച് കട്ടിയായിട്ടിരിക്കുക. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മെൽട്ടായി വരും, ഒന്ന് അലിഞ്ഞു വരും. അപ്പോൾ അലിഞ്ഞതിന് ശേഷം ഇത് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ സംഭവങ്ങൾ വന്നിട്ടില്ല. വാസ്ലിൻ ഉണ്ട്, അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ്, ദെൻ കോക്കനട്ട് ഓയിലാണ്, വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, കുറച്ച്
നമ്മൾ മറ്റേ ഹണി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഹണി, എല്ലാം ഓരോ സ്പൂണായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിൽ, അതായത് ഒരു ബൗളിൽ നല്ല ചൂടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമയം ആ ചൂട് കൊള്ളുമ്പോൾ തന്നെ ഇതൊന്ന് അലിഞ്ഞു വരും. എന്നിട്ടത് മാറ്റി വയ്ക്കുക. എന്നതിന് ശേഷം ഞാനിത് പറഞ്ഞ കാര്യങ്ങൾ ചില സമയത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെന്ന് എനിക്കും അറിയാം. കാരണം ഇതിനകത്ത് കാണുന്ന ആൾക്കാർ, നമ്മളുടെ വീഡിയോസ് കാണുന്നവർ അങ്ങനെയുള്ളവരും കൂടെയാണ്. അപ്പം ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അത് എൻ്റെ ഒരു രീതിയാണ്. അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം കാണുക. അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അലോവേറ എടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ മെൽറ്റാക്കി എടുത്തതിലേക്ക് 2 സ്പൂൺ അലോവേറ. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, അലോവേറ നമ്മൾ എടുക്കുന്ന സമയത്ത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും കളർ ആഡ് ചെയ്തിട്ടുള്ളതോ അങ്ങനെയുള്ളതൊന്നും ആയിരിക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മേടിക്കുക. ഞാൻ ഓരോ വീഡിയോസിലും അത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും, ഇതിന് മുമ്പത്തെ എൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു നോളേജിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. സോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ഏറ്റവും ഒരു കുപ്പിയിൽ ഒരു ജാർ എടുക്കുക, ഗ്ലാസ് ജാർ എടുക്കുക. കുപ്പി ജാറൊക്കെ ഇല്ലേ, ഗ്ലാസ് ജാർ, അതിലേക്ക് ഇതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എല്ലാ ദിവസവും ഇതൊരു നൈറ്റ് കൊടുക്കേണ്ട ഒരു അണ്ടർഐ ക്രീമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഏറ്റവും അവസാനം ജാറിലേക്ക് ആക്കിയതിന് ശേഷം ഒരു 5-6 ഡ്രോപ്പ് നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്യുക. ചിലവർക്ക് വൈറ്റമിൻ ഇ ഓയിൽ ഓക്കെ ആവില്ല, ആണെങ്കിൽ വേണ്ട അത് മാറ്റുക. അല്ലെങ്കിൽ ഒന്ന് വൈറ്റമിൻ ഇ ഓയിലും കൂടി ഒരു 6-8 ഡ്രോപ്സ് മാത്രം എടുത്താൽ മതി. ഒരു 6-7 തുള്ളികളോ അങ്ങനെ മതി, കൂടുതൽ വേണമെന്നില്ല കേട്ടോ. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാ ദിവസവും നൈറ്റ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഈ ഒരു ഏരിയ അപ്ലൈ ചെയ്ത് 3 to 5 ടൈംസ് ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് മേളിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് വയ്ക്കുക. അത് നമ്മളുടെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്താൽ മതി. സോ ഇത് പുറത്തുനിന്ന് നമുക്ക് ക്രീമൊക്കെ മേടിച്ച് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹോം കെയർ ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഇതുപോലെ ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളെല്ലാം വീട്ടിൽ തന്നെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പാക്കല്ലേ, ഇതൊരു ശരിക്കും ഒരു ക്രീമായിട്ട് തന്നെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്ത് വെച്ച് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതുപോലെ പല പാക്കുകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ കൂടെ നിങ്ങൾ സ്കിൻ കെയർ മറന്നു പോകരുത്. കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക. അതും പ്രത്യേകിച്ച് ഒരു 40 വയസ്സിലൊക്കെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. റിങ്കിൾസും ഡ്രൈനെസ്സും അണ്ണീവണും എല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ അത് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് സ്കിൻ റൊട്ടീൻ എന്നൊന്നും അറിയാത്തവർക്ക് ഞാൻ പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്കിന്നിനും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, അതെല്ലാം നമ്മൾ 3 മാസത്തെ നമ്മളുടെ ഈ ഒരു ഗൈഡൻസിലൂടെ നമ്മൾ മാറ്റിയെടുക്കുക. എന്ന് വെച്ചിട്ട് എന്തെങ്കിലും കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളോ 10 ദിവസം കൊണ്ട് വെളുക്കാനുള്ള പ്രൊഡക്റ്റുകളോ ഇതൊന്നും ഞാൻ തരത്തില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ലൈഫ് ടൈമിലേക്കുള്ള ഒരു റിസൾട്ടായിരിക്കും നമ്മൾ തരാൻ പോകുന്നത്. അത് കറക്റ്റായിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. കറക്റ്റായിട്ട് ഞാൻ അത് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ വീഡിയോ കോൾ വഴി നമ്മൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കിൻ മനസ്സിലാക്കി, നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് പ്രൊഡക്റ്റ്, എന്താണ് നിങ്ങളുടെ റൊട്ടീൻ, എങ്ങനെയായിരിക്കണം എന്നുള്ളത് പറഞ്ഞു തരും. പ്രൊഡക്റ്റ് പറഞ്ഞുതരും. അതിനുശേഷം അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ വീഡിയോ കോൾ വഴി കാണിച്ചു തരും. അതിനുശേഷം നിങ്ങളെ കൊണ്ട് ഉപയോഗിച്ച് ഡെയിലി അപ്ഡേഷൻ എടുത്ത് അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു റൊട്ടീൻ പോകുന്നത്. നമുക്കിതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വിത്തിൻ ഡേയ്സിൽ ഒരുപാട് മാറ്റവും ഒരുപാട് റിസൾട്ടുമാണ്. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്കിൻ കെയർ കറക്റ്റായിട്ട് അറിയണം, നിങ്ങളുടെ സ്കിന്നും ഇമ്പ്രൂവ് ചെയ്യണം, കറക്റ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീൻ അറിയണം, ലൈഫ് ടൈമിലേക്ക് ഒരു റിസൾട്ട് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. 5000 റുപ്പീസാണ് കേട്ടോ നമുക്കിതിന് ഫീസ് വരുന്നത് 3 മാസത്തേക്കാണ്. അപ്പോൾ അത് കൂടുതൽ വിവരം അറിയാനും അഡ്മിഷൻ അല്ലെങ്കിൽ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇതിനകത്ത് ഒരു രീതിയിലെ തട്ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേക്ക് പ്രൊഡക്റ്റുകളോ പെട്ടെന്ന് സ്കിൻ ചേഞ്ച് ആവുള്ള ഒന്നും ഉണ്ടാവില്ല. 100 വട്ടം ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ്. കാരണം അത്രമാത്രം പ്രൊഡക്റ്റുകൾ എന്താ പറയുക, കെമിക്കൽ അടങ്ങിയിട്ടുള്ളതും വൈറ്റനിങ് പ്രൊഡക്റ്റുകൾ ഇതൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളത് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എപ്പോൾ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തോ യൂട്യൂബ് ചാനൽ അന്ന് മുതൽ ഞാൻ സ്കിൻ കെയറിനെ കുറിച്ച് പറഞ്ഞിരുന്ന
ഒരാളാണ്. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് കൺസൾട്ട് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പേഴ്സണൽ ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഗൈഡൻസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഈ നൈറ്റ് ക്രീം നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അറിയിക്കണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ബൈ ബൈ, താങ്ക് യു.